സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൺമണിയാണെങ്കിൽ കൃഷിനെ ഒരു ഡോക്ടറായിട്ട് ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് ശരിക്കുള്ള ഡോക്ടറും നേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ചമ്മി വിളറി നിൽക്കുന്ന കൃഷിയും കൺമണിയാണെങ്കിൽ പെട്ടെന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്തിട്ട് സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി തന്നെ കൂടെ നിന്ന് പരിചരിക്കുന്നതുകൊണ്ട് എപ്പോഴും റൊമാൻറ്റിക് ആണല്ലോ നമ്മുടെ കൃഷി. എന്തായാലും കൃഷി പെർഫെക്റ്റ്ലി ഓക്കെയാണ്, ഇന്ന് തന്നെ ഡിസ്ചാർജ് എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷമാകുന്നുണ്ട് കൃഷിനും കൺമണിക്കും എന്ന് പറഞ്ഞ് ചാടാനും ഓടാനൊന്നും നിൽക്കേണ്ട എന്നൊരു വാണിങ്ങും കൊടുക്കുന്നുണ്ട്. സാറിന് ഡിസ്ചാർജ് കിട്ടിയ കാര്യം എത്രയും പെട്ടെന്ന് അച്ഛനെയും അമ്മയും വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കൺമണിയാണെങ്കിൽ ഫോൺ എടുത്ത് വിളിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് കൃഷി തടയുന്നു. വേണ്ട, സർപ്രൈസായിട്ട് ചെല്ലുമ്പോൾ അമ്മയുടെ ഞെട്ടിലൊന്ന് കണ്ട് നമുക്ക് സന്തോഷിക്കാം എന്ന് പറഞ്ഞ് അതും പ്രകാരം സർപ്രൈസായിട്ട് പോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ ധനലക്ഷ്മി ആണെങ്കിൽ ശ്രീനിവാസനോട് പരാതി പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ ഈ കാണിക്കുന്നതൊന്നും ശരിയായില്ല. കല്യാണം കഴിക്കാത്ത കൺമണി എന്തിനാണ് കൃഷിനെ പരിചരിക്കാനായിട്ട് ഒറ്റയ്ക്ക് അവിടെ വിട്ടിരിക്കുന്നത്? ഇപ്പം കൃഷി ഹോസ്പിറ്റലായ ആ ദിവസം മുതൽ ഇന്ന് വരെയും കൺമണിയാണ് കൂടെ നിൽക്കുന്നത്. അതൊട്ടും ശരിയായ നടപടിയല്ല. അവരുടെ വീട്ടിൽ അച്ഛനും അമ്മയും ആൻറ്റിയമ്മയും സഹോദരിയൊക്കെ ഉണ്ടായിട്ട് കൺമണി എന്തിനാണ് ഇങ്ങനെ കൂടെ നിൽക്കുന്നത്? ഹോസ്പിറ്റലിൽ കൃഷിനെ കാണാൻ പോകുന്ന പലരും കൺമണി അവിടെ വെച്ച് കണ്ട് പുറത്തിറങ്ങി വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് തൊലി പൊളിയുന്നു എന്ന് പറയുമ്പം അമ്മായി ആണെങ്കിൽ അതിനെ ഏറ്റുപിടിക്കുന്നു. നീ വിചാരിക്കുന്നത് പോലെ ആരും ഒന്നും പറയില്ലെന്ന് പറയുമ്പം ധനലക്ഷ്മിയുടെ അമ്മയും അവളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു, അവൾ പറയുന്നതിൽ എന്താ തെറ്റ്? അത്രയും പേര് ആ വീട്ടിൽ ഉണ്ടായിട്ട് കൺമണി എന്തിനാ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ കൂടെ നിന്ന് പരിചരിക്കുന്നത്? അപ്പം ധനലക്ഷ്മി പറയുന്നു, പലരും പറയുന്നത് വിവാഹം മുടങ്ങിപ്പോവാതിരിക്കാൻ കൂടെ നിന്ന് പരിചരിക്കുന്നു എന്നാ. എന്തിനാ നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു ചീത്തപ്പേരുണ്ടാക്കി വെക്കുന്നത് കൺമണിയായിട്ട്? അവളെ ഇങ്ങ് തിരികെ വിളിക്കാൻ പറയുമ്പോൾ ശ്രീനിവാസൻ തക്ക മറുപടി കൊടുക്കുന്നു. അന്നേരം അമ്മായി ആണെങ്കിൽ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. വിവാഹത്തിന് മുമ്പ് പരസ്പരം ഒന്നിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് നാണമില്ലേ? അമ്മ പറയുന്നതിന് പിന്നെയും ഫോട്ടം നോക്കാം, അവർ പണ്ടുള്ളവരാ, എന്നിട്ട് ഈ കാലഘട്ടത്തിലുള്ള നീ ഇങ്ങനെ പറയുന്നല്ലോ, നാണമില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞ് അവരങ്ങ് പോകുമ്പോഴത്തേക്കും ധനലക്ഷ്മിയുടെ അമ്മ ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്, എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നീ ഇനിയൊന്നും പറയാൻ പോകണ്ട, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് ധനലക്ഷ്മിയും പറയുന്നു. അങ്ങനെ സർപ്രൈസായിട്ട് കൃഷിയും കൺമണിയും വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് കൃപമോളാണ്. ഇപ്പോൾ കൃപമോൾ പറയുന്നു, ഹോസ്പിറ്റലിൽ വെച്ച് എന്തോ കുരുത്തക്കേട് കാണിച്ചതിന് അവർ പുറത്താക്കിയതല്ലേ ഡിസ്ചാർജ് ആയെന്ന് ഞാൻ വിശ്വസിക്കില്ല, കാരണം അച്ഛനെയും അമ്മയൊന്നും വിളിച്ചറിയിച്ചില്ലല്ലോ എന്ന് പറയുമ്പം കൺമണി പറയുന്നു, വിളിച്ച് പറയാൻ ഒരുങ്ങിയതാ, അപ്പം നിൻ്റെ ചേട്ടൻ തന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞത്, ഇപ്പം കണ്ടോ കൃപമോൾ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് തമാശ മട്ടിന് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛനാണെങ്കിൽ, അതായത് സാഗർ കൃപമോളെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും കൃഷ്ണയും കൺമണിയും കണ്ട് ഒച്ച വെക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവരും കൂടി വാ പൊത്തിപ്പിടിക്കുന്നു. അതായത് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രഹസ്യമായിട്ട് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അമ്മയെ അറിയിക്കരുതെന്ന് പറയുമ്പോൾ സാഗറും അതിന് കൂട്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പതുങ്ങി പോകുന്നത് കണ്ടിട്ട് കൺമണി പറയുന്നു, എന്തായാലും അച്ഛനൊരു വട്ട്, മോനൊരു വട്ട്, അനിയത്തിക്ക് വേറൊരു വട്ട്, ഈ വീട്ടിൽ വന്നു കഴിയുമ്പം ഈ വട്ടിനൊത്ത് കൂടെ നിന്നോണമെന്ന് കൃപമോൾ കൺമണിയോടും പറയുന്നു. അങ്ങനെ സാഗർ റൂമിൽ ചെന്ന് സുജിയോട് പറയുന്നു, നിന്നെ കാത്ത് പുറത്തൊരാൾ വന്നിട്ടുണ്ട്, എൻ്റെ മോനാണോ? പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും സാഗർ ഞെട്ടിപ്പോയി. ഏത് മോനാണെന്നൊന്നും എടുത്തു പറയുന്നില്ല. നീ ഇതെങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു? പണ്ട് എൻ്റെ അമ്മയും ഇങ്ങനെയായിരുന്നു, ഞാൻ എന്തെങ്കിലും കുരുത്തക്കേടോ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് അമ്മയോട് ചെന്ന് കള്ളം പറഞ്ഞാൽ അമ്മ കണ്ടിരിക്കുന്നത് പോലെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവാറുണ്ട്. അത് പിന്നെ കുറേ ദിവസമായിട്ട് എൻ്റെ മോനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയത്. അങ്ങനെ സാഗർ പറയുന്നു, എന്തായാലും പുറത്ത് നിന്ന് നീ ഒരു ഞെട്ടലൊക്കെ കാണിക്കണം, നിൻ്റെ ഞെട്ടൽ കാണാൻ വേണ്ടിയിട്ടാണ് സർപ്രൈസായിട്ട് വന്നിരിക്കുന്നത്, ഞാൻ വന്ന് നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടി എന്നെ വെച്ചേക്കില്ലെന്നൊക്കെ പറയുമ്പോൾ ഞാനത് നോക്കിക്കോളാമെന്ന് പറഞ്ഞ് സുജിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും പുറത്ത് ആരെയും കാണുന്നില്ല. അപ്പോൾ അകത്ത് നിന്ന് കൃഷിയാണെങ്കിൽ അമ്മയെന്ന് വിളിക്കുന്നു. അത് കേട്ട് സുജിയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആരെയും കാണത്തില്ല. അടുത്ത സ്ഥലത്ത് നിന്ന് കൃഷി അമ്മയെന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഓടി ചെല്ലും. അങ്ങനെ കുറച്ച് ഒളിച്ചു കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കൃഷിയും കൺമണിയും കൃപമോളും എല്ലാവരും കൂടി സുജിയുടെ മുമ്പിൽ വന്ന് ഒരു സർപ്രൈസ് കൊടുക്കുമ്പോഴത്തേക്കും സുജിയുടെ മുഖം വാടി ആകെ വിഷമിക്കുന്നുണ്ട്. കാരണം സുജി കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൃഷ്ണയെ ആയിരുന്നില്ല, ബലരാമനെ ആയിരുന്നു. അത് മനസ്സിലാക്കിയ സാഗർ ആണെങ്കിൽ വല്ലാതെ നിരാശപ്പെടുന്ന സമയത്ത് കൃഷിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ കൃഷി അതിനേക്കായും നിരാശപ്പെടുന്നു. കൺമണിക്കും എന്തെന്നറിയാൻ വയ്യാത്ത ഒരു പതർച്ചയുണ്ട്. കൃപമോളും ഞെട്ടി ഇങ്ങനെ എല്ലാവരെയും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പം കൃഷി പറയുന്നു, അമ്മയ്ക്കെന്താ എന്നെ കണ്ടിട്ടൊരു ഞെട്ടലും ഇല്ലേ? നിന്നെ കണ്ടിട്ട് ഞെട്ടലൊന്നും ഇല്ലാത്തതല്ല. അപ്പം സാഗർ ആണെങ്കിൽ ആ വിഷയം എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ എല്ലാവരോടും കൂടി ഒരു കള്ളം പറയുന്നു. നിങ്ങൾ സർപ്രൈസായിട്ട് വെച്ചെങ്കിലും സുജി അത് മുന്നേ അറിഞ്ഞിരുന്നു. ഞങ്ങൾ സർപ്രൈസായിട്ട് വെച്ചിരുന്നതാ, പിന്നെ അമ്മ എങ്ങനെ അറിഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് ഡിസ്ചാർജ് കിട്ടിയെന്നുള്ള കാര്യം? അതൊക്കെ അറിഞ്ഞു, അതുകൊണ്ട് എന്തായാലും ഈ ഒളിച്ചു കളി പൊട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് സാഗർ ആണെങ്കിൽ സുജിയോട് പറയുന്നു, എല്ലാവർക്കും കൂടി ഒരു ചായ ഇട്ടിട്ട് വാ.
സുജിയാണെങ്കിൽ കൃഷിനോട് പറയുന്നു, നിന്നെ കണ്ടാൽ എനിക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ, അതിന് പ്രത്യേകിച്ച് ആശ്ചര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചായ ഇടാൻ പോകുന്ന സുജിയാണെങ്കിൽ സാഗറിനെ മാറ്റി നിർത്തി ചോദിക്കുന്നു, എൻ്റെ ബലരാമനല്ലേ വന്നത്? എന്താ സുജി താനിങ്ങനെ പറയുന്നത്? കൃഷിനെ കണ്ടിട്ട് തനിക്കൊരു സന്തോഷമില്ലേ? അല്ല, ഞാൻ വിചാരിച്ചത് എൻ്റെ മോൻ ബലരാമനായിരിക്കും വന്നേന്നാ. അത് കേട്ട് സാഗറാണെങ്കിൽ വിഷമിച്ച് നിൽക്കുന്നു. അങ്ങനെ ചായ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ആൻറ്റിയമ്മ കൃഷിനെ കണ്ട് ഞെട്ടുന്നുണ്ട്. ഇതെന്താ ഒരു സർപ്രൈസ്? സുജി ഒരു കാര്യം കൃഷി വരുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു സർപ്രൈസായിട്ട് വെച്ച്, അമ്മേ ഞെട്ടിപ്പിക്കാമെന്ന് കരുതി വന്നതാ ചേട്ടൻ. പക്ഷേ അമ്മ ഞെട്ടിയില്ല. അമ്മ അതിനു മുമ്പിട്ടേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെന്ന് കൃപമോള് പറയുമ്പം കൺമണി കുറേ മരുന്നൊക്കെ എടുത്ത് സുജിയുടെ കൈ കൊടുക്കുന്നു. ഓരോ നേരവും കഴിക്കാനുള്ള മരുന്ന് കൊടുത്തിട്ട് പറയുന്നു, ഈ സമയത്ത് 3 മരുന്ന് കഴിക്കണമെന്ന്. അതിനനുസരിച്ച് സുജിയാണെങ്കിൽ ആ മരുന്ന് റൂമിലേക്ക് കൊണ്ടുവെക്കാൻ പോകുന്ന സമയത്ത് സാഗർ പറയുന്നു, എന്തായാലും എല്ലാ മരുന്നും സുജിയുടെ കൈ എടുത്തു കൊടുത്തത് നന്നായി. ഞാനാണെങ്കിൽ എടുത്തു കൊടുക്കാൻ വിട്ടുപോകും. കൃഷിൻ്റെ കാര്യവും പറയാതിരിക്കുന്നത് നല്ലത്. അവനാണെങ്കിൽ ചിട്ടയോടെ മരുന്നൊന്നും എടുത്ത് കഴിക്കില്ല. ആരെങ്കിലും എടുത്തു കൊടുത്താൽ മാത്രം കഴിക്കും. അങ്ങനെ സുജിയാണെങ്കിൽ മരുന്നും എടുത്ത് കൊണ്ടുവന്ന് കൃഷിൻ്റെ കൈ കൊടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ആൻറ്റിയമ്മ പുറത്ത് നിന്ന് പറയുന്നു, ബലരാമൻ വന്നു എന്ന്. അത് കേട്ടതും കൃഷിൻ്റെ കൈ കൊടുക്കേണ്ട മരുന്ന് താഴെ ഇട്ടിട്ട് സുജിയാണെങ്കിൽ സന്തോഷത്തോടെ മോനെ കാണാനായിട്ട് ഓടുന്ന സമയത്ത് കൃഷിയാണെങ്കിൽ ആകെ സങ്കടപ്പെടുന്നുണ്ട്. കൃഷിൻ്റെ മുഖം കണ്ടിട്ട് സാഗറിനും എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. കൺമണിയാണെങ്കിൽ നിലത്ത് പോയ മരുന്നെല്ലാം എടുത്ത് കൃഷിന് വിഷമത്തോടെ കൊടുക്കുന്നു. ബലരാമനോട് സന്തോഷത്തോടെ സുജി ചെന്ന് ചോദിക്കുന്നു, നീ എന്താ മോനെ ഒരു മുന്നറിയിപ്പും കൂടാതെ വന്നത്? അമ്മ കുറേ ദിവസം കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഒരു സർപ്രൈസായിട്ട് വരാമെന്ന് വിചാരിച്ചത്. എന്തായാലും നീ ആകെ ക്ഷീണിച്ചു. എപ്പോഴും ബിസിനസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് നടന്നാൽ മതി. നിൻ്റെ ആരോഗ്യം കൂടെ ഒക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് കുറേ സ്നേഹപ്രകടനമൊക്കെ നടത്തിയതിന് ശേഷം ബലരാമനെയും കൂട്ടി കൃപയും സാഗറും സുജിയും കൂടെ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് സുജി ബലരാമനോട് കാണിക്കുന്ന സ്നേഹം കണ്ട് അതിശയിച്ച് നോക്കി നിൽക്കുന്നുണ്ട് കൃഷ്. എല്ലാവർക്കും സർപ്രൈസ് ഗിഫ്റ്റുമായിട്ടാണ് ബലരാമൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം അവരെല്ലാവരും സന്തോഷത്തോടെ ആ ഗിഫ്റ്റ് നോക്കുന്ന സമയത്ത് സുജി അതിലെ ഗിഫ്റ്റ് നോക്കുമ്പം കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമാണുള്ളത്. അത് കണ്ട് ഒരുപാട് സന്തോഷപ്പെടുന്നുണ്ട്. അല്ലേലും എൻ്റെ മോന് ഗിഫ്റ്റ് മേടിക്കാൻ സാഗറിൻ്റെ അതേ കഴിവാണ് ഉള്ളത്. കൃഷ്ണനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന യശോദ അമ്മയുടെ ഒരു വിഗ്രഹവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. അതിനെന്താ, കൃഷ്ണനായിട്ട് ഞാനും യശോദയായിട്ട് എൻ്റെ അമ്മയില്ലേന്ന് പറഞ്ഞ് ബലരാമൻ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് സുജി ബലരാമനോട് കാണിക്കുന്ന സ്നേഹമെല്ലാം നോക്കി വിഷമത്തോടെ നിൽക്കുന്ന കൃഷിനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.